ഈ ഒരു മെസ്സേജ് നിങ്ങൾ കേൾക്കുമ്പോൾ ഒരു പക്ഷേ രാത്രിയുടെ ഏകാന്തതയിൽ നിങ്ങൾ തലയണം നിങ്ങളുടെ ഹൃദയത്തോട് ചേർത്ത് വെച്ച് പൊട്ടിക്കരയുമായിരിക്കാം. അതുമല്ലെങ്കിൽ നിങ്ങൾ ഭിത്തിയിൽ ചാരി ഇരുന്നുകൊണ്ട് ഇനി എന്തെന്നുള്ള രീതിയിൽ നിലവിളിക്കുമായിരിക്കാം. അതുമല്ലെങ്കിൽ രാവിലെയാണ് കേൾക്കുന്നെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് ചെയ്യണമെന്നറിയത്തില്ലാതെ നിങ്ങളുടെ താളം തെറ്റിയ ജീവിതത്തെ എങ്ങനെ ഉയർത്തണം, എവിടെ പോയി സംസാരിക്കണം, എത്ര കൗൺസിലേഴ്സിനെ കണ്ടാലും നിങ്ങൾക്ക് ആ വേദന മറക്കാൻ പറ്റില്ല എന്ന് അറിയാം. അതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങളോട് പറയട്ടെ, ഒരിക്കലും നിങ്ങളുടെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോകരുത്. നിങ്ങളുടെ ജീവൻ നിങ്ങൾ നശിപ്പിക്കരുത്. നിങ്ങളുടെ വിശുദ്ധി നഷ്ടപ്പെട്ടിടത്ത് തന്നെ ഉയർത്താനായിട്ട് ഒരേ ഒരു വ്യക്തിക്ക് പറ്റുള്ളൂ, ഈശോയ്ക്ക് മാത്രം. ഏശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 49:15 ഇപ്രകാരം പറയുന്നുണ്ട്: മുല കുടിക്കുന്ന കുഞ്ഞിനെ അമ്മയ്ക്ക് മറക്കാൻ പറ്റുമോ? പെറ്റമ്മ പുത്രനോട് കരുണ കാണിക്കാതിരിക്കുമോ? അവൾ മറന്നാലും, അവൾ മറക്കും ഉറപ്പാണ്. ഇപ്പോഴത്തെ കാലഘട്ടം അങ്ങനെയാണ്. അവൾ മറന്നാലും ഞാൻ നിന്നെ മറക്കില്ലെന്നാണ് പറഞ്ഞത്. അപ്പം നിങ്ങൾ ഓർക്കാം, എന്തുകൊണ്ട് ഈ വ്യക്തി എൻ്റെ ജീവിതത്തിൽ കടന്നു വന്നു, അത് ഈ ഈശോയ്ക്കൊന്ന് മാറ്റിവിടാൻ മേലായിരുന്നു എന്ന്. പക്ഷേ ഈശോ പല അവസരങ്ങൾ തന്നു, അത് നമ്മൾ ഉപയോഗിച്ചിട്ടില്ല, അല്ലെങ്കിൽ നീ അത് മനസ്സിലാക്കിയിട്ടില്ല എന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. അപ്പം ഇപ്പം എവിടെയാണോ നിൻ്റെ കണ്ണീര് നീ വീഴുന്നെടുത്ത്, നിൻ്റെ വിശുദ്ധി നഷ്ടപ്പെടുത്തിയ വ്യക്തികളോട് നീ കൃപാപൂർവ്വം ക്ഷമിച്ചുകൊണ്ട് നിൻ്റെ ജീവിതത്തെ നീ മുന്നോട്ട് നയിക്കണം. ഇവിടെ ഈ വചനത്തിൽ നീ ആശ്രയിച്ചോ, ഉറപ്പായിട്ട് നിന്നെ ദൈവം പടുത്തുയർത്തുക തന്നെ ചെയ്യും. ഗോഡ് ബ്ലെസ് യു. ടേക്ക് കെയർ.